അങ്ങനെ ചിക്കൻ ബിരിയാണി കലാമണ്ഡലത്തിലെത്തി. ഇത്തവണ ഭക്ഷണക്രമത്തിൽ തിരുത്തൽ വരുത്തിക്കൊണ്ട് കേരള കലാമണ്ഡലം ആഴ്ചയിലൊരിക്കൽ മാംസാഹാരം വിളമ്പും. ഇതിനു മുന്നോടിയായി ചിക്കൻ ബിരിയാണി വിളമ്പിക്കൊണ്ടാണ് തുടക്കം. 1930 കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ട വർഷം മുതൽ തുടർന്നു പോന്നിരുന്ന വെജിറ്റേറിയൻ ആഹാര സമ്പ്രദായത്തിലാണ് ഈ വലിയ മാറ്റം വന്നിരിക്കുന്നത്. കലാമണ്ഡലത്തിലെ ക്യാൻറ്റീനിൽ നോൺ വെജ് ഭക്ഷണം വേണമെന്നുള്ളത് ഒരുപാട് വർഷങ്ങളായി വിദ്യാർത്ഥികൾ ഉയർത്തിയിരുന്ന ഒരാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് മുഴുവൻ വിദ്യാർത്ഥികൾക്കും കലാമണ്ഡലത്തിൽ ചിക്കൻ ബിരിയാണി കഴിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ട് എല്ലാ ബുധനാഴ്ചകളിലും വിദ്യാർത്ഥികൾക്ക് നോൺ വെജ് ഭക്ഷണം നൽകുമെന്നാണ് കലാമണ്ഡലത്തിന്റെ തീരുമാനം. ഇത്തവണ വിയൂർ ജയിലിൽ നിന്നാണ് കലാമണ്ഡലത്തിലേക്ക് ചിക്കൻ ബിരിയാണി എത്തിച്ചത്. ചിക്കൻ മാത്രമല്ല, വെജിറ്റബിൾ ബിരിയാണിയും അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, സ്കൂൾ കലോത്സവങ്ങളുടെ ഊട്ടുപുരയിൽ വെജ് വിഭവങ്ങൾ മാത്രം വിളമ്പുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം വിവാദങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഉയർന്നിരുന്നു. അതിലൊരു വലിയ മാറ്റം എന്നോണമാണ് കഴിഞ്ഞ വർഷം കലോത്സവത്തിൽ നോൺ വെജ് ഭക്ഷണം വിളമ്പിയത്. ഇനിയിപ്പോൾ മഹാകവി വള്ളത്തോളിന്റെയും കലാമണ്ഡലം ആശാന്മാരുടെയും ആത്മാക്കൾ ചിക്കൻ ബിരിയാണിയോട് പൊറുക്കുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇത് പഴയ കാലമല്ലെന്നും മതപരവും ജാതിപരവുമായ ഭക്ഷണക്രമങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ടത് 1957 മുതൽ കേരള സർക്കാർ ഏറ്റെടുത്ത കലാമണ്ഡലത്തിന്റെ ആവശ്യകതയല്ലെന്നും ബിരിയാണി ആസ്വദിച്ച കലാമണ്ഡലത്തിലെ 450 കുട്ടികളും പറയുന്നു. കുട്ടികളോടൊപ്പം ബിരിയാണി കഴിച്ച് VC, രജിസ്ട്രാർ, അക്കാദമിക് കോർഡിനേറ്റർ അടക്കം കലാമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ പുതിയ മാറ്റത്തിനൊപ്പം ചേർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം.